വളരെ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ് അല്ലെ? സംവാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് ഈ രാജാറാം മോഹൻ റോയെ കുറിച്ച് ഒന്ന് ചോദിക്കട്ടെ. രാഗി ഇത് മൈക്കോണാക്കിയ രാഗി. ഈ സംവാദ കൗമുദി ഏത് വർഷമാണ് പുറത്തിറങ്ങി? 1830 30 1815. 15 തെറ്റാ. 1800 കറക്റ്റാണ്. 1860 പറഞ്ഞേ. പുറത്തിറങ്ങി. അവിടെ 1821 1821 സംവാദ കൗമുദി പത്രം പുറത്തിറങ്ങി കേട്ടാ. ഓക്കെ, ശരി ശരി. ഇനി അടുത്ത് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഉണ്ട്. ഏതാ? രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഏതാ? അത് മിറാത്തുൽ അക്ബർ കേട്ടാ. പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാത്തുൽ അക്ബർ. അത് ഏത് വർഷമാണ്? അത് 1822 ഈ രാജാറാം മോഹൻ റോയ് മിറാത്തുൽ അക്ബർ എന്ന പത്രം പുറത്തിറക്കിയത്. 1822. അപ്പൊ ആ 2 വർഷങ്ങൾ 821 സംവാദ് കൗമുദി എന്ന പത്രം, 821 സംവാദ് കൗമുദി എന്ന പത്രം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അതുപോലെ തന്നെ 1822 മിറാത്തുൽ അക്ബർ എന്ന പത്രം ഏത് ഭാഷയിലെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ. ഈ 2 പത്രങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് അതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത് ഞാൻ നമ്മുടെ ഈ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ SCERT കുറച്ച് പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, അല്ലാതെ NCERT പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് റീസെന്റ് ഒരു ചോദ്യം വന്നതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശരി, നിങ്ങളെ ഈ എഡ്മണ്ട് ബ്രൂക്ക് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? എഡ്മണ്ട് ബ്രൂക്ക് എന്നൊരു പേര്, എഡ്മണ്ട് ബ്രൂക്ക് എന്ന പേര് കേട്ടിട്ടുണ്ടോ? ആൾക്ക് പറയാം. എഡ്മണ്ട് ബ്രൂക്കിന്റെ ഒരു ചോദ്യമുണ്ട്. ഒരു സെക്കൻഡേ. എഡ്മണ്ട് ബ്രൂക്ക് ആരെന്നറിയാവോ? ആർക്കും അറിഞ്ഞൂടാ. നിങ്ങള് ഇങ്ങനെ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, അതുപോലെ തേർഡ് എസ്റ്റേറ്റ്, അതുപോലെ ഫോർത്ത് എസ്റ്റേറ്റ് ഇങ്ങനെ കേട്ടുണ്ടോ നിങ്ങള്? നമുക്ക് പഠിക്കാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എസ്റ്റേറ്റുകളെന്ന് പഠിക്കാറുണ്ട്. കേട്ടുണ്ടല്ലോ. ഇതില് ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്താണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ആർക്കറിയത്തില്ല. ഇവിടെ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതാണ് നിയമനിർമ്മാണ വിഭാഗത്തെയാണ് നമ്മൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? നിയമനിർമ്മാണ വിഭാഗത്തെയാണ് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് എസ്റ്റേറ്റ് എന്താ? സെക്കൻഡ് എസ്റ്റേറ്റ് നീതിന്യായ വിഭാഗമാണോ? സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ വിഭാഗമാണ്. ഏത്? സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ വിഭാഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റ്. അപ്പൊ തേർഡ് എസ്റ്റേറ്റ് ഏതാ? തേർഡ് എസ്റ്റേറ്റ് ഏതാ? തേർഡ് എസ്റ്റേറ്റ് ആണ് നീതിന്യായ വിഭാഗമാണ് തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വിഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് ആണ് പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളെയാണ്. ഈ പത്രമാധ്യമങ്ങളെ തന്നെ നമ്മൾ വേറൊരു പേരിലും പറയാറുണ്ട്, നവമാധ്യമങ്ങൾ എന്ന് പറയും കേട്ടോ. നവമാധ്യമം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഈ പത്രങ്ങളെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് എഡ്മണ്ട് ബ്രൂക്ക്. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ ഇത് ഓർത്തിരിക്കുക പിള്ളേരെ. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്ക് ആണ്. മനസ്സിലായി? പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് വിശേഷിപ്പിച്ച ആരാണ്? എഡ്മണ്ട് ബ്രൂക്ക് ആണ്. അതായത് ഇതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നോണേ. ഈ നിയമനിർമ്മാണ വിഭാഗം എന്താ ചെയ്യുന്നേ? കുട്ടികളെ? നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങളെ നിർമ്മിക്കുന്നു, അല്ലേ?
നിയമങ്ങളെ നിർമ്മിക്കുന്നു, നിയമനിർമ്മാണ വിഭാഗം. കറക്റ്റ് ആണ്, നിയമങ്ങളെ നിർമ്മിക്കുന്നു. ഓക്കെ, അടുത്ത് ചിരിച്ചുകൊണ്ട് നിയമം നിർമ്മിക്കണം. പിങ്കിക്ക് എന്തുവാ? അത് സാറേ ടൈപ്പ് ചെയ്തപ്പോ അതും കൂടെ വന്ന് കണ്ടില്ല. ഓ, ആയിക്കോട്ടെ, ശരി. അടുത്ത് രണ്ടാമത് കാര്യനിർവഹണ വിഭാഗം എന്താ ചെയ്യുന്നേ? കാര്യനിർവഹണ വിഭാഗം നിയമങ്ങളെ നടപ്പിലാക്കുന്നു. ഇനി നീതിന്യായ വിഭാഗം എന്താ ചെയ്യുന്നത്? നീതിന്യായ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ നിയമങ്ങളെ വിശദീകരിക്കുന്നു. പത്രമാധ്യമങ്ങള് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ അത് എന്ത് ചെയ്യുന്നു കുട്ടികളെ? ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? പത്രമാധ്യമങ്ങളാണ് ഈ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നോക്കുക, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, പത്രമാധ്യമങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ 4 എസ്റ്റേറ്റുകളായിട്ട് പറയുന്നത്. 5th എസ്റ്റേറ്റ് എന്താണെന്നറിയോ? 5ാമത്തെ എസ്റ്റേറ്റ് ഏതെന്നറിയോ? ആർക്കെങ്കിലും? 5ാമത്തെ എസ്റ്റേറ്റ് ആണ് പൊതുജനങ്ങള്. അപ്പൊ പത്രമാധ്യമങ്ങളെ 4ാമത്തെ എസ്റ്റേറ്റിന് വിശേഷിപ്പിച്ചത്, 4th എസ്റ്റേറ്റ് എന്ന് പത്രമാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് പിള്ളേരെ പറഞ്ഞു കൊടുക്കണം. എഡ്മണ്ട് ബ്രൂക്കാണ് പത്രമാധ്യമങ്ങളെ 4ാമത്തെ എസ്റ്റേറ്റ് എന്ന് എന്ത് ചെയ്തത്? വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഏതാ? ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത, നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രം ഏതാണ്? ഇതൊക്കെ ചോദിക്കുന്നതാ. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? പിള്ളേരെ, അതാണ് ബോംബൈ സമാചാർ. എന്താണ്? ബോംബൈ സമാചാർ ആണ് നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബൈ സമാചാർ. ഈ ബോംബൈ സമാചാർ ഏത് ലാംഗ്വേജിലെ പത്രം എന്ന് PSC ചോദിക്കാറുണ്ട്. ബോംബൈ സമാചാർ ഏത് ലാംഗ്വേജിലെ പത്രം എന്ന് പറഞ്ഞേ? ഹിന്ദിയാണ്. പിള്ളേരെ, ബോംബൈ സമാചാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 2 ലാംഗ്വേജ് നമ്മുടെ മൈൻഡിൽ വരേണ്ടതാണ്. ഒന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദി നമുക്ക് ഓർമ്മ വരും. രണ്ടാമത്തെ ലാംഗ്വേജ് നമുക്ക് വരേണ്ടത് മറാത്തിയാണ്. കാരണം ബോംബൈ, മഹാരാഷ്ട്ര, മറാത്തി എന്നുള്ള രീതി നമുക്ക് മറാത്തി വരും. എന്നാൽ ഇത് രണ്ടും ആണ്. ഹിന്ദിയ മറാത്തിയല്ല ആണ്. ഹിന്ദിയുമല്ല മറാത്തിയുമല്ല ഗുജറാത്തി. പിന്നെ ഏതാ പിള്ളേരെ? ഗുജറാത്തി. ഓക്കെ, ഹിന്ദിയുമല്ല മറാത്തിയുമല്ല ഗുജറാത്തി ഭാഷയിലാണ് ബോംബൈ സമാചാർ എന്ന പത്രം പുറത്തിറങ്ങിയത്. ഓക്കെ, ഈ ബോംബൈ സമാചാർ എന്ന പത്രം പുറത്തിറങ്ങിയ വർഷം പറ. ബോംബൈ സമാചാർ എന്ന പത്രം പുറത്തിറങ്ങിയ വർഷം പറ. ബോംബൈ സമാചാർ എന്ന പത്രം പുറത്തിറങ്ങിയ വർഷം ഏതാ വർഷം? ആർക്കും അറിഞ്ഞുകൂടാ. ദാദാഭായ് നവറോജി അല്ല, നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ മിറാത്തുൽ അക്ബർ പത്രം പുറത്തിറങ്ങിയതും ആ വർഷം തന്നെയാണ്. മിറാത്തുൽ അക്ബർ നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. ഏത് വർഷത്തോടെ? 1822 അല്ലെ? 1822 ആണ്. 1822 ബോംബൈ സമാചാർ എന്ത് ചെയ്തത്? പുറത്തിറങ്ങിയത്. ഓക്കെ, ഇനി ബോംബൈ സമാചാർ പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ബോംബൈ സമാചാർ പത്രത്തിന്റെ സ്ഥാപകനാണ് ഫർദുർജി മർസ്ബാൻ. ഫർദുർജി മർസ്ബാൻ. ഞാനൊന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ. എന്ത് പറ്റിട്ടാവൂലേ? പോയാ? ലെഫ്റ്റ് ആയിക്കോ. ഫർദുർജി മർസ്ബാൻ ആണ് ബോംബൈ സമാചാർ പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അപ്പോൾ നോക്കി, ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്നത് ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഏത് രാജ്യം?
നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഉത്തർപ്രദേശിലാണ് പുറത്തിറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ദിനപത്രം പുറത്തിറങ്ങുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയില് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ. ഇന്ത്യയിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കണം ബോംബെ സമാചാർ ഏത് ഭാഷയാ? ബോംബെ സമാചാർ ഏത് ഭാഷയാ? ഓക്കെ, ഗുജറാത്തി ഭാഷയിലാണ്. നിങ്ങൾ ഗാന്ധിജി കേട്ടിട്ടുണ്ടോ? നാളെ ഗാന്ധിജിയുടെ ജന്മദിനമാണോ? ഗാന്ധിജിയുടെ ജന്മദിനമാണല്ലേ നാളെ? ഓക്കെ, നമ്മള് അതുകൊണ്ട് നമ്മൾ ഗാന്ധി ജന്മദിനം നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ. ഗാന്ധി ജയന്തി. നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി ജയന്തി പറയരുതെന്ന്. അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ് നാളെ. അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ് കേട്ടാ. അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ് കേട്ടോ നാളെ. ഓക്കെ, ഈ അഹിംസയുടെ ഇംഗ്ലീഷ് എന്താ? അഹിംസയുടെ ഇംഗ്ലീഷ് എന്താ? അഹിംസയുടെ നോൺ വയലൻസ് എന്നാണ്. അത് വേറെ നീ വാക്കുണ്ടാ? പീസ് സമാധാനമല്ലേടാ. എനിക്ക് വൈകുന്നേരം എന്തോ മഴയൊക്കെ തണുപ്പൊക്കെ അടിച്ച് മറ്റേ തലയൊക്കെ ഉറച്ചിരിക്കും. ശരി, അപ്പൊ പിള്ളേർ മനസ്സിലായപ്പോ ബോംബെ ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഏത് ലാംഗ്വേജിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ് കേട്ടോ. ഗുജറാത്തി ഭാഷയിലാണ്. സത്യന്ന പ്രയോഗോ എന്നാണ് നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. സത്യന്ന പ്രയോഗോ. അതിന്റെ മലയാള പരിഭാഷയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അത് ഓർത്തിരിക്കുക. ബോംബെ സമാചാർ പത്രം പുറത്തിറങ്ങിയ വർഷം 1822. ബോംബെ സമാചാർ പത്രത്തിന്റെ സ്ഥാപകന്റെ പേരാണ് ഫർദുർജി മർസ്ബാൻ. ഞാനിതിന് കണക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ബോംബെയിലുള്ള ഒരു ഡോൺ എന്ന് ഓർത്താൽ മതി. ബോംബെ ഡോൺ മർസ്ബാൻ ഭായ് എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. മർസ്ബാൻ എന്നൊക്കെ നിങ്ങൾക്ക് ഡോൺ എന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്നില്ലേ? തോക്കൊക്കെ പിടിച്ച് കുറെ ഗുണ്ടകളൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഡോൺ എന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഓക്കെ, ഒരു ഡോൺ ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ പറഞ്ഞേ, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാ? പിള്ളേരെ, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. എന്താണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഓക്കെ, ബോംബെ സമാചാറിന്റെ ചോദ്യം മാറിപ്പോവരുത്. നിലവില് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രമാണ് ഏത്? ബോംബെ സമാചാർ. നിലവിലും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രമാണ് ബോംബെ സമാചാർ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. ഓക്കെ, ഈ ബംഗാൾ ഗസറ്റിന് തന്നെ വേറൊരു പ്രീവിയസ് ചോദ്യമാണ്. കോളൊക്കെ എഴുതോ? വേറൊരു പ്രീവിയസ് ചോദ്യം ഉണ്ട് കേട്ടെ. ഇതിന് വേറൊരു പേരുണ്ട്. ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിന് വേറൊരു പേരുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിന്റെ പേര്? ഹിക്കി എന്ന് ചോദിച്ചില്ല ഞാൻ. വേറൊരു പേര് അറിയത്തില്ല. അതിന്റെ പേരാണ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ഇങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ പിള്ളേരെ? കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള ബംഗാൾ ഗസറ്റിന്റെ മറ്റൊരു പേരാണ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. എന്താണ്? കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര് കേട്ടോ. ശരി, പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം, തീയതി ഒന്ന് പറഞ്ഞേ. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1780 ജനുവരി 29. 1780 ജനുവരി 29 1780 ജനുവരി 29 എന്ത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്? ബംഗാൾ ഗസറ്റ് എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഓക്കെ, ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്?
പിള്ളേരെ അതാണ് ജെയിംസ്. നമ്മൾ ഈ PSC ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ആദ്യം പഠിക്കുന്ന ഒരു പേരാണ് ജെയിംസ് അഗസ്റ്റസ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കേട്ടോ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് കേട്ടോ. ഓക്കെ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് കേട്ടോ. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ പത്രത്തിന്റെ ത്രായും കയറുന്നപ്പോ പറ്റിപ്പോയതാ, ക്ഷമിച്ചല്ല. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് വളരെ ബംഗാൾ ഗസറ്റ്. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നാണ് ബംഗാൾ ഗസറ്റ് അറിയപ്പെടുന്നത്. 1780 ജനുവരി 29 പ്രസിദ്ധീകരണം ആരംഭിച്ചു. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഈ പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്ര പോയിന്റ് പഠിച്ചു നോക്ക്? 1, 2, 3, 4, 5. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് മറ്റേ ഇതില് ബോംബെ സമാചാർ 1, 2, 3, 4. ഓക്കെ, ഇതെല്ലാം ഒന്ന് പഠിച്ചേ. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രവും അതുപോലെ തന്നെ ആദ്യത്തെ പത്രവും. ഇതിന്റെ പോയിന്റുകൾ ഒന്ന് പഠിച്ചേ, പെട്ടെന്ന് പഠിച്ചേ. ഇപ്പൊ ചോദിക്കും. ചോദിക്കുമ്പോ മൈക്ക് ഓൺ ആക്കൂല, ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യൂടെ? നിങ്ങൾ മൈക്ക് ഓൺ ആക്കാതെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ ദൈവമീ വിളിക്കുന്നു, കാലം വിളിക്കുന്നു, അങ്ങനെ പറയും അല്ലേ? ആരാ പറയുന്നേ? പെട്ടെന്ന് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഞാനിത് പഠിച്ചടാ, നീയൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കിക്കൊണ്ടിരി. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇത് പറയാൻ ധൈര്യമുള്ള അതിനുണ്ടാ ആരെങ്കിലും? ആരാവത്? എവിടെ പോണ ആൽഫിയ? പോയ പ്രയർ. ഓക്കെ, എന്നെയും കൂടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണേ. ശരി, ഓക്കെ, പോകോ. ആശിഷ് പറഞ്ഞേ. ആശിഷ് മൈക്കോണാക്കി പറഞ്ഞേ, ഫുള്ള് പറ. സാർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശും. നിലവിൽ പ്രസിദ്ധീകരണം ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രം ചോദിച്ചാൽ ബോംബെ സമാചാരം. അത് ഏത് ഭാഷയും ചോദിച്ചാൽ ഗുജറാത്തി. ഈ ബോംബെ സമാചാരം പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ 1822. പത്രത്തിന്റെ സ്ഥാപനം ചോദിച്ചാൽ ഫർദുജി എന്തോ, അത് മറന്നു. ഡോണിന്റെ പേര് ഫർദുജി മർസ്ബാൻ. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ചോദിച്ചാൽ ബംഗാൾ ഗസറ്റും. അത് പ്രസ്തുതം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1880 ജനുവരി 29. മറ്റൊരു പേരാണ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. നമ്മൾ മറ്റേ പരസ്യം കൊടുക്കുമല്ലോ, അഡ്വർടൈസർ കേട്ടാ. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിക്കുന്നതിന് പ്രവർത്തിച്ച വ്യക്തി ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അടുത്ത ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്ന് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അറിയപ്പെടുന്നു. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് അല്ലെ? ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ, ശരി. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. അതായത് ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, അത് ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ പത്രം മാറിയിട്ട് പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെ പറയണം പിള്ളേരെ? അതാണ് ചലപതി റാവു. ആരാണ്? ചലപതി റാവു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ് കേട്ടോ. പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവുവിനെയാണ് പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.
പത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ പത്രത്തിന്റെ പിതാവാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയും, പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. പ്രവർത്തനം ചലപതി റാവു. ഓക്കെ, അവിടെയും തീരുന്നില്ല. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? പിള്ളേരെ, അത് തുഷാർ കാന്തി ഘോഷ്. ആരാണ്? തുഷാർ കാന്തി ഘോഷിനെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായ? തുഷാർ കാന്തി ഘോഷിനെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷിനെയാണ്. ഇനി വീണ്ടും ചോദ്യമുണ്ട്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് പ്രഭു. ചാൾസ് മെറ്റ്കാഫ് പ്രഭുവിനെയാണ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായി? ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് പ്രഭുവിനെയാണ് വിമോചകൻ എന്നറിയപ്പെടുന്നത്. അത് പഠിക്കുക എളുപ്പമുണ്ടോ? ഈ വിമോചകൻ, നമ്മുടെ ഈ ഹാൻഡ് കാഫ് കൊണ്ടല്ലേ നമ്മളെ ബന്ധിപ്പിക്കുന്നേ അല്ലേ? നമ്മളെ ഈ കൈവിലെങ്ങനെ നമ്മൾ ഹാൻഡ് കാഫ് എന്നല്ലേ പറയണേ? കാഫ് കൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. അപ്പം ആ ഒരു കഫ് വെച്ചിട്ട് വിമോചകൻ മെറ്റ്കാഫ്, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. മനസ്സിലായ? അതിൽ നിന്ന്, കാഫിൽ നിന്ന് മോചിപ്പിക്കുന്നു. മനസ്സിലായ? ഓക്കെ, അപ്പൊ ആ 4 ചോദ്യം നിങ്ങൾ മറക്കരുത്. ഒരു ചോദ്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഡിഗ്രി SI പരീക്ഷയ്ക്ക് എന്തോ ഇതിന് ചോദ്യം ഉണ്ടായിരുന്നല്ലേ? ഇത് SI പരീക്ഷയ്ക്കല്ലേ ഈ പത്രത്തിൽ നിന്ന് ചോദ്യം വന്നത്? ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് എന്തോ വിമോചകനാണ് വന്നേല്ലേ? ഈ 4 സാധനം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് NCERT-ലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സാധനങ്ങളാണ്. ഓക്കെ, ശരി. അപ്പൊ ഓർത്തിരിക്കുക പിള്ളേരെ, ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചലപതി റാവുവിനെയാണ്. പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവുവിനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് തുഷാർ കാന്തി ഘോഷിനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരെയാ? ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് പ്രഭുവിനെയാണ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്ട? ചാൾസ് മെറ്റ്കാഫ് പ്രഭുവിനെയാണ് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആരെ വിളിക്കട്ടെ? ഓക്കെ, ബിനിജ മൈക്കോണാക്കി. ബിനിജ, രണ്ട് ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാ? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. റൈറ്റ് ആൻസർ, ദാദാഭായ് നവറോജി. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? കേരളത്തിൻ്റെത് KP കേശവമേനോൻ. KP കേശവമേനോൻ. റൈറ്റ് ആൻസർ, KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. ഓക്കെ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ? തിരുവിതാംകൂറിൻ്റെത് തിരുവിതാംകൂറിന് ഒരു വന്ധ്യവയോധികനുണ്ട്. മറന്നുപോയി സർ, അറിയായിരുന്നു. കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല സർ. ഞാൻ രണ്ടൊന്ന് ക്ലൂ തരാം. ഗാന്ധിജിയുടെ നിന്റെ അടുത്തൊക്കെ ചോദിച്ചാടെ, ഇത് ഞാൻ ഇടയ്ക്ക് പറയണത്. ബാലസ GP പിള്ള. കേട്ടാ, പറഞ്ഞു കൊടുക്കാടെ. ബാലസ GP പിള്ള. ചോദ്യം പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? ചോദിക്കട്ടെ? ഓക്കെ, ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞോടത്തെ. കൻവർ സിംഗ് ആണ് കേട്ടാ. സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. 4 ചോദ്യം ഓർമ്മ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂർ ബാരിസ്റ്റർ GP പിള്ള.
ബാഴ്സ ജി ബി പിള്ള. ഓക്കെ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെത് കൻവർ സിംഗ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവൈദികൻ പത്രത്തിന്റെ തുഷാർ ഗാന്ധി ഘോഷ്. തുഷാർ ഗാന്ധി ഘോഷ്. ഓക്കെ, ശരി, വിട്ടുക. എടാ, ഇതില് ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വേറൊരു ചോദ്യങ്ങൾ ചോദിക്കണേ. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ്. ആ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായ? ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. അപ്പൊ പിള്ളേരെ, ചോദ്യം 5 ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. ഓക്കെ. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചാൾസ് മെറ്റ്കാഫ് പ്രഭുവിനെയാണ് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് അറിയപ്പെടുന്നത്. 5 ചോദ്യങ്ങൾ, 5 ആൻസറുകൾ. ആരാണ് പറയുന്നത്? ആര് പറയും? അബി, മൈക്കോണാക്കി പറഞ്ഞു. അബി ചോദിക്കോ? ആഹാ, ചോദ്യ ഉത്തരം പറയണമെന്നല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല, ഞാൻ ചോദിക്കാം. ഞാൻ പറയാം. ആയിക്കോട്ടെ. ഓർഡർ തെറ്റി കുഴപ്പമില്ലല്ലോ? ഓർഡർ തെറ്റിയ കുഴപ്പമൊന്നുമില്ല. 5 പറഞ്ഞിപ്പിച്ചാൽ മതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അദ്ദേഹം പത്രം വന്നത് ബംഗാൾ ഗസറ്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാല് ചലപതി റാവു. പിന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് പറയുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ്. പിന്നെ ഇല്ല ഞാൻ പറയും. ഈ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് പ്രഭു. പിന്നെ ബാക്കി വന്ധ്യവയോധികനൊക്കെ പറഞ്ഞല്ലേ? ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ദേശീയ പത്രപ്രവർത്തന സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഓക്കെ, ശരി. എന്തോ വയ്യ അഭിമയ്ക്ക്? ചുമയും പനിയും. കേരളത്തിലൊരു 90% പേർക്ക് ഇപ്പോഴും എന്തുണ്ട്? ചുമയും പനിയും ഉണ്ട്. ഓക്കെ, ദീപ്തി കോളെടുത്തോ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ അത്രയും എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വർഷം പറഞ്ഞായിരുന്നു. അതായത് ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയ വർഷവും തീയതിയും പറഞ്ഞായിരുന്നു. ഏതായിരുന്നു വർഷം? ഏതാണ് തീയതി? 1780 ജനുവരി 29 അല്ലേ? 1780 ജനുവരി 29. ഓക്കെ. ഈ ജനുവരി 29 പ്രത്യേകത എന്താ? ജനുവരി 29 പ്രത്യേകത എന്താ? എന്താണ് പ്രത്യേകത? ഈ ജനുവരി 29 നമ്മളൊരു ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് പത്രമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് ജനുവരി 29? എന്തുവാ ഇത്? പ്രീവിയസാ ഇത്? എത്ര പരീക്ഷ ചോദിച്ചതാ? ജനുവരി 29 ദേശീയ പത്ര ദിനം. ദേശീയ പത്ര ദിനം ഏന്ന് കേട്ട് കഴിഞ്ഞാല് ജനുവരി 29. ദേശീയ പത്ര ദിനം ഏന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ ജനുവരി 29. ഓക്കെ. അടുത്ത് ദേശീയ അച്ചടി ദിനം. കേട്ടോ, ദേശീയ അച്ചടി ദിനം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രസാധക ദിനം എന്ന് പറയും. പ്രസാധക ദിനം എന്ന് പറയും. അച്ചടി ദിനം അല്ലെങ്കിൽ പ്രസാധക ദിനം എന്ന് പറയും. അതേതാണ്? ദേശീയ അച്ചടി ദിനം അല്ലെങ്കിൽ പ്രസാധക ദിനം എന്ന് പറയുന്നത്? ഓക്കെ, വേണമെങ്കിൽ ക്ലൂ തരാം. ദേശീയ അധ്യാപക ദിനം കഴിഞ്ഞതിന് ശേഷം, അധ്യാപക ദിനത്തിന് ശേഷം 5 ദിവസം കഴിയുമ്പോഴാണ് ദേശീയ അധ്യാപക ദിനം. അയ്യോ, തെറ്റി. അധ്യാപക ദിനമല്ല, ദേശീയ വിദ്യാഭ്യാസ ദിനം. വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം.
ദേശീയ വിദ്യാഭ്യാസ ദിനം പിള്ളേരെ നവംബർ 11 അല്ലേ? നവംബർ 11. 5 ദിവസം കഴിയുമ്പോൾ നവംബർ 16. പ്രസാധക ദിനം നവംബർ 16. പ്രസാധക നവംബർ 16. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മിസ് ഒരു സ്പ്രേ തളിച്ചുകൊണ്ടിട്ട് അങ്ങോട്ട് നടന്നു, പെട്ടെന്ന് മറന്നുപോയി. നവംബർ 16. ഓക്കെ, നവംബർ 11 പിള്ളേരെ എന്ത് ഈ പറയുന്ന വിദ്യാഭ്യാസ ദിനം. ഓക്കെ. അപ്പൊ അത് കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ നവംബർ 16 പ്രസാധക ദിനം. ഓക്കെ. ഇനി അടുത്ത് ലോക പത്രസ്വാതന്ത്ര്യ ദിനം ഏതാണ്? പിള്ളേരെ ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജനുവരി 29 ദേശീയ പത്രദിനം. കാര്യമില്ല, ഒരു സെക്കൻഡ് കറണ്ട് പോയേ, പോരാ. ഓക്കെ, എടാ ഇപ്പൊ കാണാവോ, കേക്കാവോ? മൊത്തം കട്ട. കറണ്ട് അങ്ങോട്ടും ഇല്ലേ? പ്രശ്നമാണ്. മഴയല്ലേ, മഴയുടെ പ്രശ്നമാണ്. കറണ്ടൊക്കെ കിട്ടുന്നവര് ഉള്ളൊരു ഭാഗ്യം. ഓക്കെ. ദീപ്തി അവിടെ ഉണ്ട്, ശിവപ്രിയ അവിടെ ഇല്ല. ഓക്കെ, ശരിടാ. അപ്പൊ ഈ 3 ദിനങ്ങൾ നോർത്തെ. ജനുവരി 29 ദേശീയ, പാലക്കാട് ചൂടാ. ദേശീയ പത്രദിനം ജനുവരി 29. ജനുവരി 29 പ്രത്യേകം നമുക്ക് അറിയാം. ജനുവരി 29 നമ്മുടെ അഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് പത്രം പുറത്തിറങ്ങിയത്. അടുത്ത പ്രസാധക ദിനം എന്ന് പറയുന്നത് നവംബർ 16. പ്രസാധക ദിനം നവംബർ 16. അല്ലെങ്കിൽ അച്ചടി ദിനം എന്ന് പറയാം. ദേശീയ അച്ചടി ദിനം നവംബർ 16. പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. പത്രസ്വാതന്ത്ര്യ ദിനം, ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3 കേട്ടാ. ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച്, അതായത് ഈ പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ പരാമർശിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. നമ്മൾ ഈ 19 ആർട്ടിക്കിൾ 19 1 19(1) എന്ത് പറയുന്നുണ്ട്? അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് എന്തും കിടക്കുന്നത്? പത്രസ്വാതന്ത്ര്യം കിടക്കുന്നത്. മനസ്സിലായ? പത്രസ്വാതന്ത്ര്യവും ഈ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് റിലേറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയും. അതായത് നമുക്ക് ഇത് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ പത്രപ്രവർത്തനവുമായി അല്ലെങ്കിൽ പരോക്ഷമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളുമായി പരോക്ഷമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ 19(1)(a) ആണ്. 19(1)(a) ആണ് ഈ പറയുന്ന ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആർട്ടിക്കിള് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഭാഷ ഏതാണ് കുട്ടികളെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്നത് ഹിന്ദി ഭാഷയിലാണ് അല്ലെ? ഹിന്ദി ഭാഷയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, പുറത്തിറങ്ങുന്നത്. അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ ഏതാ? സ്വാഭാവികം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയും, രണ്ടാമത്തെ ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുമാണ് കേട്ടോ. ആദ്യത്തെ ഭാഷ ഹിന്ദി, രണ്ടാമത്തെ ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. ഓക്കെ, ശരി. അപ്പൊ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് PTI കുറിച്ചാണ്. PTIയുടെ പൂർണ്ണരൂപം എന്താ? PT എന്ന് വെച്ചാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. എന്താണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് PTIയുടെ പൂർണ്ണരൂപം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് എന്താണ് PTIയുടെ പൂർണ്ണരൂപം.
ഈ PT-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഏതാണ്ടാ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ PTI ആണ് കേട്ടോ ഏറ്റവും വലിയ വാർത്താ ഏജൻസി. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇനി അടുത്ത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസി ചോദിച്ചാലും ഏത് തന്നെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസി ചോദിച്ചാലും ഏത് തന്നെയാണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എവിടെയാണ് ആസ്ഥാനം? എവിടെയാണ് ആസ്ഥാനം? പിള്ളേർ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അറിയോ? പിള്ളേരെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 12 ദിവസം കഴിഞ്ഞപ്പോഴ്. സ്വാതന്ത്ര്യം കിട്ടി 12 ദിവസം കഴിഞ്ഞപ്പോഴാണ് PTI അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തത്? സ്ഥാപിതമായത്. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി തരണതായ പിള്ളേരെ 1947 ഓഗസ്റ്റ് 27-നാണ്. 1947 ഓഗസ്റ്റ് 27-നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1947 ഓഗസ്റ്റ് 27-നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഓക്കെ, എങ്കില് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചതാ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാ? ആർക്കെങ്കിലും? 48 1949 ഫെബ്രുവരി 1-ന്. 1949 ഫെബ്രുവരി 1-നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് കേട്ടാ. സ്ഥാപിതമായത് 47 ഓഗസ്റ്റ് 27-നും പ്രവർത്തനം ആരംഭിച്ചത് 49 ഫെബ്രുവരി 1-നുമാണ്. ഇനി ഒരു ചോദ്യം കൂടെ: പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാവോ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ 2 എണ്ണം. ആ 2 ഭാഷകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് സംസാരിച്ചു. ഏതൊക്കെയാണ് 2 ഭാഷകള്? ഒന്ന് ഹിന്ദിയാണ്. മറ്റൊന്ന് ഇംഗ്ലീഷാണ്. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ. ഓക്കെ, നോക്കിയേ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചോദ്യങ്ങൾ നോക്കിയടാ. PTIയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് PTIയുടെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി, ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസി, ആസ്ഥാനം ന്യൂഡൽഹി. 1947 ഓഗസ്റ്റ് 27, ഡേറ്റ് ഒക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1947 ഓഗസ്റ്റ് 27-ന് സ്ഥാപിതമായി. 1949 ഫെബ്രുവരി 1-ന് പ്രവർത്തനം ആരംഭിച്ചു. 49 ഫെബ്രുവരി 1-ന് പ്രവർത്തനം ആരംഭിച്ചു. ഔദ്യോഗിക ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ആരാ വന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നേ? ആര് പറയും? ഞാൻ പറയാം സർ. ഓക്കെ, പറഞ്ഞോളൂ. PTI എന്റെ ഫുൾ ഫോം ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അത് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 27-നാണ്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 49 ഫെബ്രുവരി 1-നാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ്. ആദ്യത്തെയുമാണ്, ഏറ്റവും വലുതുമാണ്. ഓക്കെ, ഔദ്യോഗിക ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷും. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഔദ്യോഗിക ഭാഷകൾ. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഔദ്യോഗിക ഭാഷകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമുക്ക് ആദ്യത്തെ സായാഹ്ന ദിനപത്രം ചോദിക്കാറുണ്ട്. സായാഹ്ന ദിനപത്രം ഏതെന്നറിയോ? ഇന്ത്യയിൽ ആദ്യത്തെ സായാഹ്ന ദിനപത്രം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അതും പ്രീവിയസ് ചോദ്യമാണ് കേട്ടാ. ഈ പത്രപ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും കേട്ടാ. ഇന്ത്യയിൽ ആദ്യത്തെ സായാഹ്ന ദിനപത്രമാണ് മദ്രാസ് മെയിൽ. ഏതാണ്? മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം. മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം. 1868-ലാണ് മദ്രാസ് മെയിൽ എന്ത് ചെയ്തത്? പ്രവർത്തനം ആരംഭിച്ചത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രമാണ് ഏത്? മദ്രാസ് മെയിൽ. മദ്രാസ് മെയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1868-ലാണ്. 1868-ലാണ് മദ്രാസ് മെയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത, ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ്? NCERT പോയിന്റ് ആണ്. ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ്? ഏതാ?
ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പത്രം ഏതാണ്? കറക്റ്റ് ആണ്. സമാചാർ ദർപ്പൺ. കേട്ടാ, സമാചാർ ദർപ്പൺ, സമാചാർ ദർപ്പൺ, സമാചാർ ദർപ്പൺ ആണ് ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ്. ഏത്? സമാചാർ ദർപ്പൺ. ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രമാണ് സമാചാർ ദർപ്പൺ. സമാചാർ ദർപ്പൺ ഏത് ഭാഷയിൽ എന്നറിയോ? കോളെടുത്തോ. സമാചാർ ദർപ്പൺ ഏത് ഭാഷ പിള്ളേരെ? പ്ലീസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യൻ ഭാഷയിൽ പറ. ഹിന്ദി അല്ല, മറാത്തി അല്ല. യെസ്, ബംഗാളി. സമാചാർ ദർപ്പൺ ഏത് ഭാഷയിലാ കുട്ടികളെ? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ മറക്കണ്ട, ആദ്യത്തെ സായാഹ്ന ദിനപത്രമാണ് മദ്രാസ് മെയിൽ 1868 പ്രവർത്തനം ആരംഭിച്ചു. എങ്ങനെയാണ്? സമാചാർ ദർപ്പണ ചോദ്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ലാംഗ്വേജിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രമാണ് സമാചാർ ദർപ്പൺ. സമാചാർ ദർപ്പൺ പുറത്തിറങ്ങിയ വർഷം ഏത് വർഷമായിരുന്നു ഓർമ്മയില്ല. ബംഗാളി ഭാഷയിലാണ് സമാചാർ ദർപ്പൺ പുറത്തിറങ്ങിയത്. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോഴ് നമുക്കിനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിനി രണ്ട് കാര്യങ്ങൾ, അതായത് രണ്ട് കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പത്രങ്ങളും സ്ഥാപകരും നമുക്ക് SCRL-ലുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്ത് കുറച്ച് പഠിക്കാറുണ്ട്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പം നാളെ ഗാന്ധി ജയന്തിയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുക, പോവരുതാരും കേട്ടോ. ഗാന്ധി ജയന്തിയിൽ ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഗാന്ധി ജയന്തിയിൽ ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം വേണ്ടേ? 1993 ഗാന്ധി ജയന്തിക്ക് ആരംഭിച്ചൊരു പദ്ധതി ഉണ്ട്. ഏതാണ്? 1993 ഗാന്ധി ജയന്തിക്ക് ആരംഭിച്ച പദ്ധതി ഏതാ? 93 ഗാന്ധി ജയന്തിക്ക് ആരംഭിച്ച പദ്ധതി ആർക്കെങ്കിലും അറിയോ? 93 ഗാന്ധി ജയന്തിക്ക് ആരംഭിച്ച പദ്ധതി ഒറ്റണത്തിനോട് 1993 ഗാന്ധി ജയന്തിക്ക് ആരംഭിച്ച 1993 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി 93 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി ഒറ്റണത്തിന് അറിയത്തില്ല. മഹിളാ സമൃദ്ധി യോജന. ഓക്കെ. 1975 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി. 1975 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി അല്ല, അതൊരു പരിപാടിയാണ്. ICDS. ഓക്കെ. ഇനി 1969 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി അതല്ല ഒരു സ്കീം. എന്താണ്? 1969 ഒക്ടോബർ 2 നാഷണൽ സർവീസ് സ്കീം. NSS. 1969 ഒക്ടോബർ 2 ഈ 3 ഓർത്തിരിക്കുക കേട്ടോ. 93 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന. 1975 ഒക്ടോബർ 2 ICDS. ഓക്കെ. 1969 ഒക്ടോബർ 2 NSS. 1969 ഒക്ടോബർ 2 NSS. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. അത് നമുക്കറിയാം. ഓക്കെ. ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. അത് മാത്രമല്ല, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ പരസ്യവും കൂടെ ഇന്ത്യൻ കറൻസിയിൽ ഉണ്ട്. ഏതാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ കേട്ടോ. സ്വച്ഛ് ഭാരത് അഭിയാൻ 2014 ഒക്ടോബർ 2 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ശുചീകരണ പ്രവർത്തനമായ സ്വച്ഛ് ഭാരത് അഭിയാൻ 2014 ഒക്ടോബർ 2 ഈ പറയുന്ന സ്വച്ഛ് ഭാരത് എന്നുള്ള പദ്ധതി നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അതിന്റെ പരസ്യം കറൻസി നോട്ടിലുണ്ട്. ഓക്കെ. കണ്ടിട്ടുണ്ടോ കറൻസി നോട്ടില് സ്വച്ഛ് ഭാരതിന്റെ പരസ്യം? അതായത് ഗാന്ധിജിയുടെ കണ്ണാടിയുടെ ഒരു ഫോട്ടോ ഉണ്ടാവും കേട്ടോ. കണ്ണാടിക്കകത്ത് ഒന്നിൽ സ്വച്ഛ് എന്ന് മറ്റൊന്നിൽ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് സ്വച്ഛ് ഭാരത്. ഓക്കെ, മനസ്സിലായ? ഇത് ഇന്ന് ആദ്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു പരസ്യം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസിയിൽ ഇങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു എന്നറിയുന്ന? നമ്മക്ക് അത് നോക്കാതെ നമ്മളെ കൈ കിട്ടുന്ന പൈസ 500 ആണോ 100 ആണോ 200 ആണോ അത് നോക്കും. അല്ലാതെ ഇത് ഗാന്ധിജി ഉണ്ടാകുന്നത് നോക്കൂല.
മനസ്സിലായില്ലേ? കറൻസിയിൽ ഗാന്ധിജിയുടെ ഇരിപ്പുണ്ടാകുന്നത് നോക്കൂല. നോക്കണം, ആദ്യം നോക്കണം ഏതാണ് എമൗണ്ട് എന്ന്. 500 200 100 ഇതാണ് നോക്കണത്. കേട്ടാ? ക്ലിയർ ആണല്ലോ? ശരി ശരി. അപ്പം ഓക്കെ, 2000 ഒക്കെ പിൻവലിച്ചതായി. 2000 ഒക്കെ പിൻവലിച്ചിട്ട് കിട്ടത്തില്ല 2000 ഒന്നും. 2000 ഒക്കെ ഉണ്ടെങ്കിൽ ഇനി മാറാനുള്ള സമയം കഴിയെന്ന് തോന്നുന്നു. ഓക്കെ, സെപ്റ്റംബർ 30 കണ്ടില്ലേ ഡേറ്റ് ഉണ്ടായിരുന്നത്? ഈ സാറ്റർഡേ LDC എക്സാം ഉണ്ട്. ഓക്കെ, 5-ാം തീയതി ഒക്ടോബർ 5-ന്. ഓക്കെ, നന്നായിട്ട് റിവിഷൻ ചെയ്തോ. ഞാൻ ഈ ബാക്കി ക്വസ്റ്റ്യൻസ് വെച്ച് ഞാൻ നാളെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ.